സോ ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മൾ ഷിൻചാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ഡേ ആണ് ഗൈസ്. അപ്പോൾ വീഡിയോക്ക് നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് അടിച്ചൊരു പറഞ്ഞ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഷിൻചാൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഇന്ന് നമ്മളെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുന്ന ഒരു പേര് ഒരാളുടെ പേര് ഞാൻ സെലക്ട് ചെയ്യും. നിങ്ങൾ പേര് നമ്മളെ കമൻറ്റ് ബോക്സിൽ അടിച്ചു കൊടുത്താൽ മതി. ഒരാളുടെ പേര് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് അത് നമ്മൾ ഷിൻചാനെ കൊണ്ട് പറയിപ്പിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഷിൻചാൻ്റെ അടുത്തൊക്കെ പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഷിൻചാൻ അവിടെ നല്ല രീതിക്ക് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. ഷിൻചാനെ, എന്താ ഫ്രാങ്ക്ലിനെ, അതെൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്തുണ്ട്. ഫ്രാങ്ക്ലിനെ ഞാൻ പറഞ്ഞേക്കുന്നു, നാളെ ഞാൻ സ്കൂളിൽ പോകില്ല. ഇന്ന് എന്തായാലും ഞാൻ സ്കൂളിൽ പോകില്ല ഫ്രാങ്ക്ലിനെ. അതൊന്നും പറയാൻ പറ്റില്ല, അടിച്ച് പോകണം. ഇന്നൊരു ദിവസം പാരും പോയാൽ മതി. എനിക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ അല്ലേ, എനിക്ക് ഇനിയും പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും ചിലപ്പോൾ. ഫ്രാങ്ക്ലി ഭായി പറഞ്ഞോട് മാത്രം ഞാൻ പോകുന്നു. ഇതെന്തായാലും ഞാൻ ഡ്രസ്സ് മാറ്റില്ല, കാറിൻ്റെ അവിടെ ഉണ്ടാവും. ഓക്കെ ഫ്രാങ്ക്ലിനെ. ഓക്കെ, നമ്മൾ ഒരു വിധം ഷിൻചാനെ മാറ്റിച്ചാൽ തിരക്കി. എൻ്റെ മോൻ എന്തൊരു തിരക്കിയിരുന്നു ഗൈസ്. എന്നാലും നമ്മളെ കാറ് നമുക്ക് നമ്മളെ പുറമ്പാക്കേശ്വരത്താണ് എത്തിക്കില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി എടുത്തിട്ട് വരാം ഗൈസ് നമ്മളെ കാറ്. ഓക്കെ, നമ്മളെ ഷിൻച കുളിച്ച് മാറ്റിയിട്ട് സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഷിൻചാനെ ബുക്കൊക്കെ എടുത്തിട്ട് വന്നിക്കണേ. പിന്നെ ഫ്രാങ്ക്ലി ഭായി സ്കൂൾക്ക് ബുക്കല്ലാതെ ചാണകം കൊണ്ടുപോകണോ? അതൊന്നുമില്ല, എന്തായാലും കാറ് കയറ്. ഓക്കെ ഫ്രാങ്ക്ലി ഭായി. ഓക്കെ, നമ്മൾ ഷിൻചാൻ കാറിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്കൂൾക്ക് പോവുക ഗൈസ്. ചക്കനെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ തന്നെ വലിയൊരു ചടങ്ങാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ വരെ സ്കൂൾക്ക് കൊണ്ടുപോവാം ഗൈസ്. ഷിൻചാൻ സ്കൂളെത്തി ഇറങ്ങിക്കോ. ഓക്കെ ഫ്രാങ്ക്ലി ഭായി. വൈകുന്നേരം കൊണ്ടുപോകാൻ വരെ ഓടിട്ടോ. വരെ ഇറങ്ങാം ആദ്യം. ഓക്കെ ഫ്രാങ്ക്ലി ഭായി. ഓക്കെ, നമ്മുടെ ഷിൻചാൻ സ്കൂളിലാക്കി. എന്തായാലും നമുക്കൊന്ന് ട്രിപ്പൊക്കെ പോയിട്ട് വരാം ഗൈസ്. അറിയണ്ട ഗൈസ്, നമുക്ക് എന്തായാലും ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാം ഗൈസ്. വെറുതെ വീട്ടിൽ കുട്ടി ഇരിക്കല്ല, നമുക്ക് വെറുതെ പോവാം. പിന്നെ ചോപ്പാനിങ്ങനെ മൈക്കലിൻ്റെ അടുത്താണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പൊക്കെ പോയിട്ട് വരാം ഗൈസ്. ഇന്ന് സ്കൂളിൽ കുറച്ച് പാർട്ടി ഷോ കാണിക്കണം. ഷിൻചാനൊക്കെ എൻ്റെ ജാടയാണ്. എന്തായാലും ഈ ഷിൻചാൻ്റെ മുമ്പിലൊക്കെ കുറച്ച് മെയിൻ ആവണം. അവൻ എന്താ വിചാരിച്ചത്? ഈ ഡോറിമോൻ ആരവൻ വിചാരിച്ചത്? എന്തായാലും സ്കൂളിൻ്റെ മുമ്പ് തന്നെ പോയി നിർത്തിയേക്കാം. ഷിൻചാനല്ലേ നിൽക്കണേ, എന്തായാലും ഇറങ്ങി ചോദിച്ചോക്കാം. എടാ ഡോറിമോൻ, എന്ത് രസമുള്ള വണ്ടിയടോ. എന്താണ് നീ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഈ ഡോറിമോൻ ആരാടാ? സിംഗിളാക്കാൻ വരും. എടാ ഒന്ന് ഓടിക്കാൻ തരുമോടാ? ഒന്ന് തൊട്ട് പോയായിരിക്കും എൻ്റെ കാറുമേ തൊട്ടാൽ എൻ്റെ കൈ വെട്ടി ഞാൻ മതിയൊക്കെ പോടാ. ഞാൻ തൊടുന്നു വിചാരിച്ചു എൻ്റെ വണ്ടി വെച്ചിരുന്നു. ഞാൻ പോവാണ്. അങ്ങനെ വൈക്ക് വാ, പോ. സ്കൂളിൽ വിട്ടേ. ഇനി എന്തായാലും നമ്മളെ മിനി താറിട്ട് പോകണം. എന്തായാലും കുറച്ചും പാടിയും പട്ടിച്ചോർക്കട്ടെ. എന്തായാലും എൻ്റെ മിനി താറൊന്നും എടുത്ത് പോട്ടെ. ഇവിടെ ഷിൻചാനൊന്നും കാണാനല്ലോ. അവനെ അവിടെ ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കാരും. എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തൊന്ന് കുറച്ച് ഷോ ഇറക്കാം. ചേച്ചിമാരെ നോക്ക്, എൻ്റെ പുതിയ വണ്ടി നോക്ക്. ഓക്കെ, നമ്മൾ ബീച്ചിൽ പോയിട്ട് നമ്മളെ ഷിൻചാൻ കൊണ്ടുവരാൻ പോവുകയാണ് കേസ്. ഷിൻചാനെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷിൻചാൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തിയതുകൊണ്ട് സ്കൂൾ വിട്ടോ ഗൈസ്. നേരത്തെ വിട്ടുമെന്നാണ് തോന്നുന്നു ഗൈസ്. ഗൈസ്, വണ്ടി ഇഷ്ടു ഗൈസ്. എന്ത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഷിൻചാനെ പോയി വിളിക്കാം ഗൈസ്. അവനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നമുക്ക് പോയോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഷിൻചാനിയുടെ മൂഡ് ഓഫ് ആയിരിക്കണമെന്നൊരു ചോദിച്ചോട്ടെ. അത് ഷിൻചാൻ എന്താ മൂഡ് ഓഫ് ആയിരിക്കണേ? അത് പിന്നെ ഫ്രാങ്ക്ലി ഭായി നമ്മളെ ഡോറിമോനില്ലേ, ഡോറിമോൻ എന്താണ് ഫ്രാങ്ക്ലി ഭായി നമ്മളെ ഡോറിമോൻ ഒരു മിനി താറ് കൊടുന്നു. അതിനിപ്പോൾ എന്താ ഫ്രാങ്ക്ലി ഭായി, ഞാൻ ആ മിനി താറൊന്ന് ഓടിച്ചോടെ ചോദിച്ചപ്പോൾ അവനെ ഓടിക്കന്താ പറഞ്ഞു. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്താ ഇജ്ജ് കേടെടുത്ത് വിചാരിച്ചിട്ടേക്കാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഫ്രാങ്ക്ലി ഭായി എനിക്കും അങ്ങനത്തെ ഒരു കാറ് വാങ്ങി തരുമോ? ഒന്ന് പോയിക്കച്ച്. എന്ത് വിലയൊക്കെ ഒരു മിനി താറെന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് ഫ്രാങ്ക്ലി ഭായി ഒന്ന് വാങ്ങിത്താ. ഒന്ന് പൊയ്ക്കോ, മതിയർക്ക് വണ്ടി കയറുക, അല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് കയറുക തന്നെ. വേണ്ട ഫ്രാങ്ക്ലി ഭായി, ഞാൻ കയറിക്കോളാം. അങ്ങനെ വൈക്ക് വാ. നമ്മുടെ ഷിൻചാൻ്റെ ഒരു പൂതിയാളെ മിനി താറ് എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ട. ഞാൻ മിൽക്ക് ഷേക്ക് ആക്കി മാറ്റും. മുദ്ദാടെ അവിടെ ഇരുന്നു. എൻ്റെ ഫ്രാങ്ക്ലി ഭായിക്കൊന്ന് വാങ്ങിത്താ. ഒന്ന് പൊയ്ക്ക, എൻ്റെ കണ്ണടിച്ചും പൊട്ടിച്ചും താറും മുന്തായ അവിടെ ഇരുന്നോ. അല്ലെങ്കിൽ തന്നെ അവിടെ പൈസയിലൊരു കൊണ്ടുമില്ല. അതാണ് എനിക്കൊരു മിനി താറും പാടി. അതാ കേടെടുത്താണല്ലോ എനിക്ക് അവിടെ ഒതുങ്ങിയിരിക്ക്. ഫ്രാങ്ക്ലിനൊക്കെ ഒരു സാധനം വാങ്ങി തരുന്നില്ല. അത് നശിപ്പിക്കണമെന്ന് ഞാൻ വാങ്ങി തരാത്ത, അല്ലെങ്കിൽ എനിക്ക് വാങ്ങി തരുന്നു. ഈ നശിപ്പിക്കൊക്കെ ഇരുന്ന് കണ്ട് ഞാൻ മിനി താറുണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ അവിടെ പാർട്സ് കളക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും മുണ്ടായ കയറ്. ഓക്കെ, നമ്മളിതാ വീട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നിർത്താം ഗൈസ്. ഓക്കെ, അവളെ ബൈക്ക് അവിടെ നിൽക്കുന്നത്. അയ്യോ ഗൈസ്, എക്സലൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഷിൻചാൻ ഇറങ്ങിക്കോ.
ഞാൻ ഇറങ്ങൂല. അത്യാവശ്യം കളി ഞാൻ പാട്ടിയെടുത്ത് വരണോ? വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങാത്. ഓക്കെ, നമ്മൾ ഷിൻജാൻ കുളിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് ജിമ്മും കാണാനൊക്കെ എടുക്കട്ടെ. എൻ്റെ മോനെ എന്തായാലും കുറച്ച് ജിമ്മൊക്കെ എടുക്കും. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ജിം എടുക്കുകയാണ്. എൻ്റെ മോനെ സെറ്റ്. നീ ആരും കഴിയണേ? മിനി താറ് കാര്യം വാങ്ങിച്ചിരുന്നില്ല. ഷിൻജാൻ്റെ സൗണ്ട് അല്ലേ ഇവന്? ഇപ്പോഴാ മിനി താറിൻ്റെ കാര്യം മുട്ടില്ല. എന്തായാലും പോയൊക്കെ ചക്കൻ നല്ല കരച്ചിലാണ്. എവിടെ അവ കഴിയണത് ഗൈസ്? ഫ്ലാങ്കിലെ ബൈക്കൊരു മിനി താറ് പോലെ വാങ്ങിത്തരുന്ന. ഓക്കെ ഗൈസ്, ഇവനെ ഉറക്കത്തിൽ കരിയാന്ന് തോന്നുന്നു. ഇവനെ ഉറക്കത്തിലൊക്കെ കരിയോ ഒക്കെ തോന്നുന്നു. ഇവന് ഭയങ്കര സീരിയസ് ആണെന്ന് ഗൈസ്. എന്തായാലും നമുക്കൊരു മിനിത്താറ് വാങ്ങിക്കൊടുക്കാം. പിന്നെ അപ്പം അത് മാത്രമായി കണ്ട് ബാക്കി വെക്കണം ഗൈസ്. അതായത് നമുക്ക് അതും പാടി വാങ്ങിക്കൊടുക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ഷിമ്മിയോണൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. എന്തായാലും മോൾക്ക് കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷിൻജാനൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ മോൾക്ക് കാണുന്നത്. എന്തായാലും നമുക്ക് നമ്മളെ സിമ്മിയോണൊന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. നമുക്ക് സിമ്മിയോൺ എടുക്കട്ടെ. നമുക്ക് റിങ് ചെയ്യണം, നമുക്ക് എടുക്കാൻ നോക്കട്ടെ. ഹലോ സിമ്മിയോണേ. എന്തോടോ? അവിടെ നിൻ്റെ കടയിൽ വല്ല മിനിത്തോടുണ്ടോ? ഒരു മിനിത്തോടോ? അത് കഴിഞ്ഞ തോട് നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ. ആണോ? ഒരു പീസുണ്ടോ? എനിക്ക് വേണോ? ഒന്ന് മതി. എത്രയാണ് രൂപ? പൈസ ഒക്കെ ഞാൻ പറയാം. ജാതി ഇങ്ങോട്ട് വന്ന് നോക്കി നോക്ക്. ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മളെ സിമ്മിയോൻ പറഞ്ഞത് ഗൈസ് അങ്ങനത്തെ വേണം നോക്കാനാണ്. എന്തിനാ ഇക്കാര്യം എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ഈ കാര്യം ഇഷ്ടപ്പെട്ടേ എടുക്കാൻ മതി ഈ കാര്യം. അതുകൊണ്ടാണ് ഈ കാര്യം. എന്തായാലും നമുക്ക് നമ്മളെ പുറകു വശത്തിലേക്ക് പോവാം. കാരണം അത് ഷിൻജാ സൗണ്ട് എടുക്കാൻ നീച്ചും ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് പുറകു വശത്ത് കൂടി പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ പുറകു വശത്ത് കൂടി വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ബൈക്ക് എടുത്ത് പോവാം. കാർ എടുക്കണം. കാർ നമുക്ക് സൗണ്ട് ഈ ഗൈസ്. ബൈക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ സൗണ്ട് ഒന്നും കേൾക്കില്ല ഈ കാര്യം. അതായത് നമുക്ക് നേരെ ഇത് കൂടി പോവുക ഗൈസ്. നമുക്ക് നമ്മളെ ഷിൻജാന് സർപ്രൈസ് ആയി നമ്മളെ മിനി താറ് വാങ്ങിക്കൊടുക്കുക ഗൈസ്. നമുക്ക് സിമ്മിയോടെ കടയിലേക്ക് നേരെ പോവുക ഗൈസ്. ഓക്കെ, നമ്മളെ ഷിമ്മിയോടെ കടൻ്റെ അവിടെ എത്തിയതെന്താണ് നമുക്ക് ഇവിടെ വണ്ടി ഏറ്റിടാം ഗൈസ്. അപ്പോൾ നമ്മളെ മിനി താറൊക്കെ ഒന്ന് നോക്കട്ടെ ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ മിനി താറ് ഗൈസ്. എൻ്റെ മോനെ സെറ്റാണ്. കുറേ വണ്ടികളുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞ വണ്ടികൾ മാത്രമല്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് പറ്റിയുള്ള വണ്ടിയാണ്. നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് ഗൈസ്. സിമ്മിയോണല്ലോ. എടാ സിമ്മിയോണേ. ഓയോടോ എടാ അന്തര പറ്റിയ സിമ്മിയോണേ. പിടിച്ച് നീപ്പിച്ചോ. ഞാൻ നീപ്പിച്ച. ഓക്കെ, നമ്മുടെ സിമ്മിയോടെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഓക്കെ, നമ്മുടെ സിമ്മിയോടെ കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിർത്താം. അതിൻ്റെ ഉള്ളിൽ വണ്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നിർത്തിയില്ല. എൻ്റെ മോനെ കുറേ വണ്ടി. അയ്യോ, വണ്ടി ഇടിച്ച് പൊട്ടിക്കുന്നു. ഇവിടെ കുറേ നല്ല വണ്ടികളുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നല്ലത് നോക്കിയെടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പോയ വണ്ടി ഇതാണ് ഗൈസ്. ഈ കിടക്കുന്ന വണ്ടിയാണ് നമ്മളെ ഷിൻജാൻ എടുക്കാൻ പോണ വണ്ടി ഗൈസ്. അത് ഇതാണ് ഗൈസ്. ഈ മിനി താഴെ നമ്മൾ വാങ്ങി കൊടുക്കാൻ പോകണത്. നമ്മൾ സിമ്മിയോണേ. ഓടൂ. അവിടെ ഈ കാറല്ലേ നമ്മളെ കാറ്. ഓടോടോ ഇനി കോസ്റ്റ് സെൻഡ് ചെയ്യാൻ മതി. എന്നാ സെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നീ വണ്ടി എടുത്തു. അപ്പോൾ നമ്മളെ ബൈക്ക് ഇവിടെ കിടക്കട്ടെ. നമുക്ക് പിന്നെ വന്നെടുക്കാൻ നമ്മളെ സിമ്മിയോനെ വരെ പേടിച്ചണ്ട. ഓക്കെ, നമുക്ക് നമ്മളെ വണ്ടി നമ്മളെ ഷിൻജാനെ സർപ്രൈസ് ആക്കാൻ പോവുക ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് പോവുക ഗൈസ്. ഭയങ്കര സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. നല്ലൊരു വണ്ടിയാണ് തോന്നുന്നു ഗൈസ്. എന്നാൽ നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോവാം ഗൈസ്. ഓക്കെ, നമ്മളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി മെല്ലെ ഇവിടെ വെക്കാൻ കഴിയുന്നത് നമ്മുടെ ഷിൻജാനെ വിളിക്കണം ഗൈസ്. അത് നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറ്റാം ഗൈസ്. അവൻ അവിടെ കടന്നുറങ്ങുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് നിർത്തി നമ്മളെ ഷിൻജാനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇവിടെ നിർത്താം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വീട്ടിൽ കയറി നമ്മുടെ ഷിൻജാനെ വിളിക്കാൻ നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു ഗൈസ്. നീച്ചോ ഗൈസ്? അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷിൻജാൻ നല്ല ഉറക്കത്തിൽ നമുക്ക് എന്തായാലും വിളിച്ചോക്കാം. അവിടെ ഷിൻജാൻ എനിക്ക് ഷിൻജാന് എന്താ ഫ്ലാങ്കിലല്ലേ? എടാ എന്താണ് വീടിൻ്റെ പുറത്ത് ആരോ കൊറിയർ പാർട്ടി വന്നിക്കണോ തോന്നി. കൊറിയർ എടുത്ത് നോക്കി നോക്ക്. ഓക്കെ, ഫ്ലാങ്കിലിന് കൊറിയർ എന്ന് പറഞ്ഞാൽ മിനി താറോ? ഇനി ഫ്ലാങ്കിൾ ബൈക്ക് മിനി താറ് വാങ്ങി തന്നതാണോ? എന്ത് രസമാണ് മിനി താർ കാണാൻ. എന്തായാലും ഒന്ന് ഓടിച്ചോക്കട്ടെ. എന്ത് രസം അത് ഓടിച്ചാണ്. എൻ്റെ മോനെ സെറ്റ് പൊളി. എന്ത് രസമാണ് അത് ഓടിച്ചാൽ. പൊളി. എന്തായാലും ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയാൽ നമ്മളെ ഫ്ലാങ്കിൾ ബാനോട് ഭയങ്കര താങ്ക്സ് ഒക്കെ പറയണം. അത് ഷിൻജാൻ ഇങ്ങനെ എന്താ വണ്ടി? ഫ്രാങ്കിൾ ബൈക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രാങ്കിൾ ബായ് എന്നെന്തായാലും ഇവിടെ കളിച്ചോ. ഞാൻ എന്തായാലും പോയി ഒന്ന് കിടന്നു തുടങ്ങട്ടെ. ഓക്കെ ഫ്രാങ്കിൾ ബായ്. ഡോറി മോനെ, നിന്റെ കഥ തീർന്നു. ഇനി ഈ ഷിൻജാൻ്റെ വിളയാട്ടമടാ.
അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. സമയം എത്രയായി? ഒരു ഷിൻജാൻ സ്കൂളിലാക്കുന്ന സമയമല്ലോ എന്തായാലും പോയോട്ടെ. ഷിൻജാനെ അവിടെ ഷിൻജാനെ കാണാനല്ലോ കൈസ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് പോയോക്കിക്ക. ഷിൻജാനെ ഇത് നമ്മൾ ഷിൻജാനാണ് നിൽക്കുന്നത്. ഷിൻജാൻ എന്താ സ്കൂൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഫ്രാങ്കിൾ ഭായ് ഞാൻ സ്കൂൾക്ക് പോകാനിട്ടോ. ഞാൻ സ്വപ്നമാണോ കാണുന്നത്? സ്വപ്നമാണ് ഫ്രാങ്കിൾ ഭായ്. ഞാൻ മിനിത്താടെടുത്താ പോണേട്ടോ. ഓക്കെ ബൈക്കോ എന്തായാലും ലാഭമായി കൈസ്. എടാ ഡോറിമോനെ നിന്റെ കഥ തീർന്നു. ഇനി നമ്മളെ ഷിൻജാൻ്റെ വിളയാട്ടം. അവൻ വന്നിട്ടില്ലെന്ന് തീർന്നു. എന്തായാലും വണ്ടി ഇവിടെ മെല്ലെ പാർക്ക് ചെയ്യാം. അവൻ കണ്ട് നേട്ടത്തെ. അതേതാ വണ്ടി? ഇതിങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ പുതിയൊരു വണ്ടി. ഈ മുമ്പിലാണ് നിൽക്കുന്നുണ്ടല്ലോ. ആരെ നോക്കി നോക്കട്ടെ. എടാ ഷിൻജാൻ ഇത് നിന്റെ വണ്ടി ആയിരുന്നോടാ? ആടാ അത് ഇൻ്റെ വണ്ടിയാടാ. എങ്ങനെ ഉണ്ടടാ? നിനക്ക് മാത്രമല്ല മിനി താന്ന് എനിക്കുണ്ടടാ ഇഞ്ചിൻ കാട്ടി ഓഫ് റോഡ്. എടാ ഞാൻ ഓടിച്ചു നോക്കട്ടെ. തൊട്ട് പോകരുത്. തൊട്ടാ നിൻ്റെ തല വെട്ടും ഞാൻ. നീ എൻ്റെ കയ്യല്ലേ വെട്ടണത്. ഞാൻ നിൻ്റെ തല വെട്ടണം. അവിടെ ഒതുങ്ങി പാത്ത് മോളാ ക്ലാസ്സിന് നോക്കിക്കോടാ. ഞാൻ നിന്നിക്കാട്ടി വലിയ താറ് വാങ്ങും. ഒന്ന് കാണാം. പോടാ പോയി തരത്തിക്കളിയടാ. ഈ ഷിൻജാൻ്റെ അടുത്ത് നിന്ന് നിൻ്റെ വിളയാട്ടം നടക്കില്ലടാ. പോടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്? നിങ്ങൾക്ക് ആയ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെതാണോ ഡോറിമോൻ്റെ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത്? അടുത്ത കിരിജൻ വിളിക്കുക. എല്ലാവർക്കും ബൈ.